ഞാനും ജാനിയും കൂടി ഇന്നൊരു റിസപ്ഷന് പോകാൻ ഇറങ്ങിയതാ. പോകുന്ന വഴിക്ക് നമ്മൾ രണ്ടുപേരെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. കാരണം ഒറ്റയ്ക്ക് പോകാൻ വഴി അറിയത്തില്ല. 5:30 കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം അങ്ങനെ ഞങ്ങൾ ആലങ്കടവിലുള്ള റിസോർട്ടിലെത്തി. ഇങ്ങനൊരു റിസോർട്ട് ഉണ്ടെന്ന് പോലും ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഇതുവരെ നമ്മൾ ഈ വഴിക്കൊന്നും പോയിട്ട് പോലും ഇല്ല. കാര്യം നമ്മുടെ വീട്ടിൽ നിന്ന് വലിയ ദൂരം ഇല്ലെങ്കിലും ഇതൊക്കെ ഇപ്പോഴാണ് കാണുന്നത്. ഞങ്ങൾ 4 പേരും കൂടെ അങ്ങ് എത്തിയപ്പോഴത്തേക്ക് ഇതേണ്ട ഇവിടെ 2 പേര് നേരത്തെ വന്നത് ഇപ്പോൾ ഉണ്ട്. പിന്നെ കുറച്ചു നേരം കാര്യമൊക്കെ പറഞ്ഞു നിന്ന് +2 നമ്മുടെ കൂടെ പഠിച്ച ചെക്കന്റെ കല്യാണത്തിന്റെ റിസപ്ഷനാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. പിന്നെ എവിടെ പോയാലും ഇപ്പൊ ഫോട്ടോ എടുപ്പൊരു ചടങ്ങാണല്ലോ. അപ്പൊ ചെക്കന്റെയും പെണ്ണിന്റെയും കൂടെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ചെന്നതിനൊരു തെളിവ് വേണമല്ലോ. ആ ചടങ്ങ് അങ്ങോട്ട് കഴിയാനിരുന്നത് മെയിൻ ചടങ്ങിലോട്ട് കിടക്കാം. ഫുഡ് കഴിക്കാതെ വീട്ടിൽ പോകാൻ പറ്റുമോ? ഇപ്പം പിന്നെ എല്ലാ റിസപ്ഷനും ഒരുപാട് ഐറ്റംസ് ഒക്കെ കാണുമല്ലോ. പിന്നെ എന്നെ കൊണ്ട് താങ്ങാവുന്നൊക്കെ ഞാൻ പ്ലേറ്റിൽ മേടിച്ചിട്ടുണ്ട്. ചീനിയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു, അതൊന്നും മേടിച്ചില്ല. പൊറോട്ടയും ചപ്പാത്തിയും ഉണ്ടായിരുന്നു, അത് പിന്നെ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് റിസപ്ഷന് പോകുമ്പോൾ ഇങ്ങനെ തിരക്കില്ലാതിരുന്ന് കഴിക്കാൻ പറ്റുന്നത്. ഇവിടെ റിസപ്ഷൻ 3 മണിക്ക് എന്തോ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ ഒരു 6:30 ആയി കാണും. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, എന്തായാലും വലിയ തിരക്കില്ലായിരുന്നു. കാരണം നമുക്ക് ഇതുപോലെ സീറ്റ് കിട്ടി സമാധാനത്തോടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റില്ല. സാധാരണ ഏതെങ്കിലും റിസപ്ഷന് പോയാൽ നമ്മൾ ക്യൂ നിൽക്കും കുറേ നേരം. അത് കഴിഞ്ഞ് ഫുഡും കൊണ്ട് കഴിക്കാൻ നിന്നിരിക്കുമ്പോൾ അവിടെ സീറ്റ് കിട്ടത്തില്ല, അല്ലെങ്കിൽ നിന്നോണ്ടൊക്കെ കഴിക്കേണ്ടി വരും. എന്തായാലും ഞങ്ങൾക്ക് ലക്കുണ്ടായിരുന്നു. ഞങ്ങൾ കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് വേണ്ട ക്യൂ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചിലപ്പോൾ തിരക്കാം. അന്നേരം കൊണ്ടാണ് ഞങ്ങളുടെ കൂടെ ഫുഡും കഴിച്ച് കൈ കഴുകി ഇറങ്ങിയ ആളുകൾ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ഞങ്ങളെപ്പോലും വിളിക്കാതെ അവിടെ പോയി ഐസ്ക്രീം തട്ടുന്നത്. പിന്നെ നമ്മൾ ഐസ്ക്രീം കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഞങ്ങൾ മേടിച്ച് ഒരേ ജാനി ഉള്ളതുകൊണ്ട് ഞാൻ ഐസ്ക്രീം മേടിക്കേണ്ടാലോ എന്നൊന്ന് ചിന്തിച്ചതാ. പക്ഷെ അവൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാനും ഒരെണ്ണം തിന്നത്, അല്ലേ ഞാൻ കഴിക്കത്തില്ലായിരുന്നു. പിന്നെ നമ്മൾ റിസപ്ഷന് പോയത് എവിടാന്ന് അറിയണ്ടേ? ആലിങ്കടവിലുള്ള കായൽ പാർക്ക് എന്ന് പറയുന്ന റിസോർട്ടിലാണ് നമ്മൾ റിസപ്ഷൻ. അപ്പൊ ഇനി ഇരുട്ടുന്നതിന് മുന്നേ എല്ലാവരും വീട്ടിൽ പോട്ടെ. അപ്പൊ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നത് വരെ ടാറ്റാ.